ഹലോ വെൽക്കം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ കഴിക്കുന്ന നൂഡിൽസ് ഇല്ലേ, അതിൻ്റെ ഒരു റെസിപ്പിയാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് സേമിയാണ് കേട്ടോ. സേമിയ കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നൂഡിൽസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഈ നൂഡിൽസ്. അപ്പോൾ സേമിയ വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വെള്ളം തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി അല്ലെങ്കിൽ ഓയിലോ എന്തായാലും മതി കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സേമിയ ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഈ ഒരു നീളമുള്ള സേമിയം തന്നെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ പീസായിട്ടുള്ള സേമിയ നമ്മൾ എടുക്കരുതേ. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. സേമിയ അതുപോലെ നന്നായിട്ട് മുങ്ങി കിടക്കണം കേട്ടോ. അതിന് വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അഥവാ മുങ്ങി കിടക്കുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം തിളച്ചത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് മതി കേട്ടോ അത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അധികം വെന്ത് ഉടഞ്ഞു പോകരുത്, ഇങ്ങനെ വിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഞെക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോകരുത്. ആ ഒരു വേവിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വെള്ളം ഒഴിവാക്കിയതിന് ശേഷം നമുക്കൊരു പച്ചവെള്ളത്തിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് നമുക്കിത് വെള്ളത്തിലിട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ. അപ്പോൾ തന്നെ തീരെ കട്ട പിടിക്കാതെ വിട്ട് നല്ല വൃത്തിയിലായി വരുവേ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിലേക്ക് ഒരു സവാളിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ക്യാപ്സിക്കം ഗ്രീനും അതുപോലെ റെഡും എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും പച്ചമുളകും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ബീൻസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ക്യാപ്സിക്കം ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ക്യാപ്സിക്കം മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സേമിയത്തിൽ നമ്മൾ ഓൾറെഡി ചേർത്തതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണ്ട ചേർക്കാൻ. അതുപോലെ തന്നെ മാഗിക്കട്ട ചേർക്കാനുണ്ട്. അതുകൊണ്ട് ഉപ്പൊന്ന് ശ്രദ്ധിച്ചിട്ട് ചേർക്കാം കേട്ടോ. മാഗി ക്യൂബ്സ് ചേർത്തതിന് ശേഷം വേണമെങ്കിൽ ഉപ്പ് ചേർത്താലും മതി. അപ്പോൾ അതാ ഞാനൊരു കട്ടാണ് ചേർത്തിട്ടുള്ളത്, അതൊന്ന് പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മന്തി മസാല ആണ്. കബ്സ മസാല ആയാലും മതി. ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. അധികം വെജിറ്റബിൾസ് ഒന്നും വെന്ത് പോകരുത്. ആ രീതിക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതാ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ. ഇത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് സേമിയത്തിൻ്റെ അളവ് അനുസരിച്ച് കൂട്ടാവുന്നതാണ് കേട്ടോ. പിന്നെ അതാ അതിലേക്ക് 2 മുട്ടയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ സൈഡിലിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ നമ്മൾ മുട്ട ഒന്ന് ചീക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളൊന്ന് പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള സേമിയ ഒന്ന് ഒരു ഓട്ടപാത്രത്തിലിട്ടിട്ട് ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് സേമിയം കൂടെ ചേർത്തിട്ട് പൊട്ടിപ്പോവാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ മന്തി മസാലയും അതുപോലെ മാഗി ക്യൂബ്സും ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വീണ്ടും സേമിയ പായസത്തിനൊക്കെ വെക്കുമ്പോൾ ബാക്കി എന്തായാലും വരില്ല. അതുപോലെ ബാക്കി വരുമ്പോൾ നമ്മൾ എന്തായാലും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ബായ്.